ഇന്ന് രാവിലെ തന്നെ കപ്പ പറിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. കപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂർക്കാർ കൊള്ളി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ കൊള്ളി പറിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എത്ര സ്ഥല പരിമിതി ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു 5 മൂട് കൊള്ളിയെങ്കിലും വെക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് ചാക്കിലാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇതുപോലെ നമ്മൾ ചാക്കിലാണ് കുത്തി കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 8 മാസമായിട്ടുണ്ട് കേട്ടോ വെച്ചിട്ട്. അപ്പോൾ ബോട്ടിയും കൊള്ളിയും തിന്നാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ, ബോട്ടി വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊള്ളി പറിച്ച് വെക്കാമെന്ന്. അപ്പോൾ ഉണ്ടാവും ചാക്കിൽ നടുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉണ്ടക്കിഴങ്ങായിട്ടും കിട്ടുക കേട്ടോ. അത്ര സ്ഥലമല്ലേ അതിലുള്ളൂ. പിന്നെ അത് തന്നെയല്ല, നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് പറിച്ചെടുക്കാൻ ആരുടെയും സഹായം വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചാക്ക് ഒരു 5-8 മാസമൊക്കെ ആകുമ്പോഴത്തേനും തന്നെ ചാക്കൊക്കെ നുരുമ്പിച്ച് തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കീറിയിട്ട് നമുക്ക് കപ്പ പറിക്കാം. മണ്ണ് നിറച്ച് അടിയിൽ നല്ല കരിയിലും ചാരം ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. കിഴങ്ങ് കപ്പയ്ക്കൊന്നും പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാറുള്ളത് കരിയില നന്നായിട്ട് നിറയ്ക്കും. അതുപോലെ തന്നെ നന്നായിട്ട് ചാരം ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കപ്പയ്ക്ക്. ചാക്കിൽ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കണ്ടോ, പെട്ടെന്ന് നമുക്കിത് അതുപോലെ ചാക്ക് കീറിയിട്ട് പറിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ 2 മൂട് കപ്പയാണ് കേട്ടോ അപ്പോൾ പറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും പറിക്കാനുണ്ട്. എന്തായാലും അപ്പോൾ നമുക്ക് ഇതായുണ്ടോ, അതൊക്കെ പുറത്തേക്ക് വന്നിട്ടോ, ചാക്കിൻ്റെ പുറത്തു കൂടി വന്നേക്കണം. അപ്പോൾ ഇത്രയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്.